വിഷ്ണു ശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിൽ അവർ കുറേ പരിശോധിച്ചതിന് ശേഷം ആ ഡോക്യുമെൻറ്റ്സ് കിട്ടുന്നുണ്ട്. അന്നേരം ശാലിനി അത് വാങ്ങിക്കുകയാണ്. അന്നേരം ഇത് കുറേ മുദ്രപത്രങ്ങളാണ് എന്ന് പറഞ്ഞിട്ട് ഇത് ഈ വീടും പറമ്പുമൊക്കെ ശ്യാമയുടെ പേരിലേക്ക് എഴുതി മാറ്റാനായിട്ട് തയ്യാറാക്കി വെച്ചിരിക്കുന്നതാണ്. പക്ഷേ രജിസ്ട്രേഷൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഇനി രജിസ്ട്രേഷൻ്റെ ആവശ്യമേ ഉള്ളൂ എന്നിങ്ങനെ പറയുമ്പോൾ അതിനകത്ത് ഒരു കവറിൽ ഒരു എഴുത്തും കൂടി കിട്ടുന്നുണ്ട്. അന്നേരം സുസ്മിത വിഷ്ണു അത് വായിക്കുന്നുണ്ട്. എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നീ ഇത് സൂക്ഷിച്ച് വയ്ക്കണം, അവർക്ക് ഒരു കാരണവശാലും ഇത് എഴുതി കൊടുക്കരുത്, ഇതെൻ്റെ ജീവൻ്റെ വിലയുണ്ട് എന്ന് രോഹിത് എഴുതി വെച്ച ആ ഒരു എഴുത്ത് വിഷ്ണു വായിക്കുന്നുണ്ട്. എന്നിട്ട് ശ്യാമ പെട്ടെന്നത് വാങ്ങിക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും ശ്യാമ ഒന്നുകൂടി വായിക്കുകയാണ്. അന്നേരം ആ രോഹിത് പറയുന്നത് പോലെ ശ്യാമ അത് വായിച്ചെടുക്കുന്നുമുണ്ട്. അന്നേരം പിന്നെ സുസ്മിതയാണിത് തട്ടിക്കൊണ്ട് പോയത് എന്നുള്ളത് അവരവിടെ ഉറപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇത് എഴുതി വാങ്ങിക്കാൻ വേണ്ടിയിട്ടായിരിക്കും രോഹിത്തിനെ അവർ തട്ടിക്കൊണ്ട് പോയിരിക്കുന്നത്. അപ്പോൾ രോഹിത് കുഞ്ഞുങ്ങളെ രക്ഷിക്കാനായിരിക്കും പോയിരിക്കുന്നത് എന്നിങ്ങനെ ശ്യാമ പറയുമ്പോൾ വിഷ്ണു പറയുന്നുണ്ട്, ഇങ്ങനെയാണ് കാര്യങ്ങളെങ്കിൽ രോഹിത് അവരുടെ വലയിലേക്ക് ചെന്ന് ചാടിയിരിക്കുകയാണ്. രോഹിത് വിചാരിക്കുന്നത് പോലെ പെട്ടെന്ന് കാര്യങ്ങൾ നടക്കില്ല എന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അനുശ്രീയാണെങ്കിൽ ശാലിനിയെ ഫോൺ ചെയ്യുന്നുണ്ട്. രോഹിത്തിൻ്റെ ഫോണിലേക്ക് അവസാനമായി വന്ന കോള് സുസ്മിതയുടേതാണ് എന്നവിടെ അനു പറയുകയാണ്. അതിനുശേഷം ഫോൺ വെക്കുന്നുണ്ട്. അന്നേരം സുസ്മിതയാണ് വിളിച്ചതെന്ന് ശാലിനി പറയുമ്പോൾ അപ്പോൾ സുസ്മിത തന്നെയാണ് ഇതിൻ്റെ പിന്നിൽ. അപ്പോൾ ഇത് നമ്മൾ അറിഞ്ഞ് ബുദ്ധി കൊണ്ട് കളിക്കുന്നവളാണ് സുസ്മിത. അപ്പോൾ പിന്നെ രജിസ്ട്രേഷൻ കാര്യങ്ങൾ നീങ്ങുന്നത് വരെ രോഹിത്തിൻ്റെ ജീവൻ എന്തായാലും കുഞ്ഞുങ്ങളുടെ കാര്യത്തിലും ആപത്തൊന്നും വരില്ല. പക്ഷെ അതുവരെ നമുക്ക് സമയമുള്ളൂ, അത് നമ്മൾ പ്രയോജനപ്പെടുത്തണം എന്ന് പറയുമ്പോൾ ഇനി അവൾ ഇങ്ങനെ ഒരു തരംതാണ പണി അവൾ കളിക്കില്ല, അതിനു വേണ്ട പണി അവൾക്ക് കൊടുത്തിരിക്കും, ഇന്നൊരൊറ്റ ദിവസം മതി അവളുടെ പണി എനിക്ക് തീർക്കാനായിട്ട് എന്നിങ്ങനെ വിഷ്ണു ആകെ ദേഷ്യത്തോടു കൂടി പറയുന്നുണ്ട്. ഇതേ സമയം അവിടെ സുസ്മിതയുടെ ഗുണ്ടകളാണെങ്കിൽ സത്യയും പപ്പിയും കൊണ്ട് ആ മണിമല എസ്റ്റേറ്റിലേക്ക് എത്തുന്നുണ്ട്. കാറിൽ നിന്നും ഈ കുട്ടികളെ എടുത്തുകൊണ്ട് അവരകത്തേക്ക് പോകാൻ തുടങ്ങുമ്പോൾ കുട്ടികൾക്ക് ബോധം തെളിയുകയാണ്. അന്നേരം അവരാകെ ബഹളം ഉണ്ടാക്കി കയ്യിൽ നിന്നും കുതറി മാറുന്നുണ്ട്. ഇവരൊക്കെ കയ്യിൽ കടിച്ചിട്ട് പപ്പി ഓടിക്കോ എന്നിങ്ങനെ സത്യ പറയുമ്പോൾ ഇവർ രണ്ട് ഭാഗത്തേക്ക് ഓടുന്നുണ്ട്. അന്നേരം തുടർന്ന് പുറകെ ഇവർ ഓടുന്നുണ്ട്. അന്നേരം ഒരു സ്ഥലത്ത് എത്തുമ്പോൾ സത്യയാണെങ്കിൽ മണ്ണ് വാരി മുഖത്തേക്ക് എറിയുമ്പോൾ ഇയാളുടെ കണ്ണുമൊത്താവുകയാണ്. അന്നേരം ഇങ്ങനെ എറിയല്ലേ എന്ന് പറയുന്നുണ്ട്. പക്ഷേ സത്യ എറിയുന്നുണ്ട്. അതേപോലെ പപ്പി ഇങ്ങനെ എറിയാൻ തുടങ്ങുമ്പോൾ പക്ഷേ അയാൾ പെട്ടെന്ന് കൂളിംഗ് ഗ്ലാസ് എടുത്തങ്ങ് കണ്ണിൽ വെക്കുകയാണ്. തുടർന്ന് ആ പപ്പിയെ പിടിക്കുന്നുണ്ട്, സദ്യയും പിടിക്കുന്നുണ്ട്. വേറൊരാൾ വന്നിട്ട് ഗ്ലാസ് വെച്ചിട്ട് വീണ്ടും പിടിക്കുന്നുണ്ട്. മണ്ണെറിയുമ്പോൾ അത് ഏൽക്കുന്നില്ല. തുടർന്ന് വീണ്ടും ഇവരെ ഇങ്ങനെ കയ്യിൽ എടുത്തുകൊണ്ട് ഇങ്ങനെ വരുന്നുണ്ട്. അതിന് കൂളിംഗ് ഗ്ലാസ് ഉള്ളത് കൊണ്ട് എനിക്ക് സീനായില്ല എന്ന് പറയുമ്പോൾ എനിക്ക് സീനായി എന്നും പറഞ്ഞ് അയാൾ കണ്ണിലൊക്കെ ഇങ്ങനെ പൊടിയൊക്കെ തട്ടി കളയുകയാണ്. തുടർന്ന് രണ്ടുപേരെയും കൂടി കൊണ്ടുവന്ന് ആ ഒരു ഗോഡൗണിലെന്ന പോലെ ആ റൂമിനകത്തേക്ക് കൊണ്ടുപോകുന്നുണ്ട്. അന്നേരം ഞങ്ങൾക്ക് വീട്ടിൽ പോകണം, ഞങ്ങൾ എന്തിനാണ് കൊണ്ടുവന്നതെന്ന് ചോദിക്കുമ്പോൾ വീട്ടിൽ പോകണം, പപ്പി ഓടിക്കോ എന്ന് പറഞ്ഞിട്ട് വീണ്ടും ഇവർ ഓടാൻ തുടങ്ങുമ്പോൾ പക്ഷേ ഗുണ്ടകൾ വിടാനായിട്ട് ഭാവമില്ല. ഒരുപാട് തവണ സത്യം ഇങ്ങനെ പപ്പി ഓടിക്കോ എന്ന് പറഞ്ഞിട്ട് ഇവർ ഓടാൻ നോക്കുന്നുണ്ട്. പക്ഷെ പറ്റുന്നില്ല, അവർ പിടിച്ചു നിർത്തിയിരിക്കുകയാണ്. അന്നേരം ഞങ്ങൾ എന്തിനാണ് കൊണ്ടുവന്നിരിക്കുന്നത്, ഞങ്ങൾക്ക് വീട്ടിൽ പോകണം എന്നിങ്ങനെ പറയുമ്പോൾ നിങ്ങളെ കൊന്നു കളയാനാണ്, കൊന്നു കൊക്കയിൽ തള്ളാനാണ് എന്നിങ്ങനെ പറയുമ്പോൾ പപ്പി പേടിക്കുന്നുണ്ട്. പക്ഷെ സത്യ രഹസ്യമായിട്ട് പപ്പിയോട് പറയുകയാണ്, പേടിക്കുകയൊന്നും വേണ്ട, ധൈര്യമായിട്ട് നിൽക്കണം എന്നുള്ളത്. അന്നേരം ഇങ്ങനെ ധൈര്യത്തോടെ നിൽക്കുമ്പോൾ ദേ കൊന്നു കളയെന്ന് പറഞ്ഞിട്ട് പോലും ഈ കൊച്ചുങ്ങൾക്ക് പേടിയില്ലല്ലോ, രണ്ടും വിളഞ്ഞ വിത്താണെന്നൊക്കെ ഇവർ പറയുന്നുണ്ട്. അന്നേരം എനിക്ക് നിങ്ങളെപ്പോലുള്ള കുട്ടികളെ കാണുന്നതേ ഇഷ്ടമല്ല, മര്യാദയ്ക്ക് ഇന്നില്ലെങ്കിലുണ്ടല്ലോ ഞാൻ ചട്ടും കമ്പി ഒഴിപ്പിച്ച് ചന്തിയിൽ വെച്ച് തരും, അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ ഗുണ്ടകളാണ്, ഒന്നിനും മടിക്കാത്ത ഗുണ്ടകളാണ് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴും ഈ സത്യ പറയുന്നുണ്ട്, പപ്പി പറയുകയാണ്, നിങ്ങളെക്കാളും വലിയ ഗുണ്ടയാണ് എൻ്റെ വിഷ്ണു അച്ഛൻ, ഇടി എന്ന് പറഞ്ഞുണ്ടല്ലോ ഒരു ഒന്നൊന്നര ഇടിയാണ് എന്നിങ്ങനെ പറയുമ്പോൾ വിഷ്ണുവിനെ കാണിക്കുന്നുണ്ട്. ആ ഒരു ഫസ്റ്റ് എപ്പിസോഡിലെ വിഷ്ണു ആ സിനിമാ തിയേറ്ററിൽ ഉണ്ടാക്കിയ അടി സീനൊക്കെ കാണിക്കുന്നുണ്ട്. അന്നേരം ഈ പീറ്റർ പറയുകയാണ്, രണ്ടും വിളഞ്ഞ വിത്താണ്, വീണ്ടും മരുന്ന് ഇത്തിരി മൂക്കിക്കൂടെ തേച്ചോ അല്ലെങ്കിൽ ഇതൊക്കെ വീണ്ടും ഓടുമെന്ന് പറയുകയാണ്. ഈ സമയത്ത് വീണ്ടും പപ്പി ഓടിക്കോ എന്ന് സത്യ പറയുമ്പോൾ ഇവരിറങ്ങി ഓടുന്നുണ്ട് വെളിയിലേക്ക്. പക്ഷേ ഈ ഗുണ്ടകൾ അവരെ ഓടിച്ചിട്ട് പിടിച്ച് വീണ്ടും മുറിക്കകത്തേക്ക് കൊണ്ടുവന്നിടുകയാണ്. നിന്നെയൊക്കെ രക്ഷിക്കാനായിട്ട് ആരാണ് വരുന്നതെന്ന് ഞാനൊന്ന് നോക്കട്ടെ എന്നും പറഞ്ഞ് അവരെ മുറിയിലിട്ട് പൂട്ടുന്നുണ്ട്. തുടർന്ന് ഇവർ വിഷ്ണുവും പിന്നെ ശാലിനിയും ശ്യാമയും കൂടി മുറ്റത്തേക്ക് ഇറങ്ങുന്നുണ്ട്. തുടർന്ന് വിഷ്ണു പറയുകയാണ്, മുന്നോട്ടുള്ള വഴി തെളിച്ചു തരേണ്ട സുസ്മിത തന്നെയാണ്, അവൾ ഇനി ഇങ്ങനത്തെ ഒരു വേൽത്തരം കാണിക്കല്ല, അവളെ കാണാൻ വേണ്ടി ഞാൻ പോവുകയാണെന്ന് പറയുമ്പോൾ ശാലിനി പറയുന്നുണ്ട്, പക മുന്നോട്ട് കാണിച്ചിരിക്കുകയാണ് അവൾക്ക് ബന്ധങ്ങളുടെ വില അറിയില്ല, അതുകൊണ്ട് സൂക്ഷിക്കണം എന്ന് പറയുമ്പോൾ അവൾ ഇന്ന് മുതൽ ഈ കളി നിർത്തും, അവളൊരു വെറും വട്ടപൂജ്യമാണ് എന്നുള്ളത് ഞാൻ അവൾക്ക് ഇന്ന് കാണിച്ചു കൊടുക്കും, നിങ്ങൾ എന്തായാലും ശാരദാമ്മയുടെ വീട്ടിലേക്ക് പോകുക, ഞാൻ എന്തായാലും അവളെ കാണാനായിട്ട് പോവുകയാണ്,
ബാക്കി ഫോൺ വിളിച്ച് പറയാമെന്ന് പറയുന്നുണ്ട്. അന്നേരം ശ്യാമ ചോദിക്കുന്നുണ്ട് വിഷ്ണുവേട്ട, രോഹിത്തും കുഞ്ഞുങ്ങളും എന്ന് പറയുമ്പോൾ അവരെ എവിടെ ഒളിപ്പിച്ചാലും അവരെയും കൊണ്ടേ ഞാൻ വരികയുള്ളൂ എന്ന് പറഞ്ഞിട്ട് വിഷ്ണു ഓട്ടോ എടുത്ത് പോകുന്നുണ്ട്. അന്നേരം ശാലിനിയോട് ശ്യാമ ഇങ്ങനെ സങ്കടം പറയുന്നുണ്ട് കുട്ടികളെ ഉപദ്രവിക്കുമോ എന്നുള്ളത്. അന്നേരം രോഹിത്തിനെ കൊണ്ട് എങ്ങനെയെങ്കിലും ഡോക്യുമെന്റ്സ് തിരിച്ചെഴുതി വാങ്ങിക്കണം, അതിന് വേണ്ടിയിട്ടാണ് അവളെ കുട്ടികളെ ബലിയാടാക്കിയിരിക്കുന്നത്. അപ്പോൾ പിന്നെ അതുവരെ സമയമുണ്ട്, എന്തായാലും അവൾ കുട്ടികളെ ഉപദ്രവിക്കുകയൊന്നുമില്ല, വിഷ്ണുവേട്ടൻ എന്തായാലും പോയിട്ടുണ്ടല്ലോ, സമാധാനമായിട്ടിരിക്കുമെന്ന് പറയുകയാണ്. അതിനുശേഷം ശാലിനി ആണെങ്കിൽ അനുപല്ലവി ഫോൺ ചെയ്യുന്നുണ്ട്. അന്നേരം എന്തെങ്കിലും വിവരം വേണം എന്ന് ചോദിക്കുമ്പോൾ ഇതിനെല്ലാത്തിനും പിന്നിൽ സുസ്മിതയാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. പിന്നെ വിഷ്ണുവേട്ടൻ അവളുടെ അടുത്തേക്ക് പോയിരിക്കുകയാണ്. എനിക്ക് വേണ്ടി നേരത്തെ തന്ന ആ ഫോണിൻ്റെ ലൊക്കേഷൻ എവിടെയാണെന്ന് കണ്ടെത്തി തരണം എന്ന് പറയുന്നുണ്ട്. പിന്നെ എത്രയും പെട്ടെന്നൊന്ന് വീട്ടിലേക്ക് വരണം, കഴിയുമെങ്കിൽ എത്രയും പെട്ടെന്ന് ഇന്ന് തന്നെ എന്നിങ്ങനെ പറയുമ്പോൾ ശരി മാഡം എന്ന് പറഞ്ഞിട്ട് അനുപല്ലവി ഫോൺ വയ്ക്കുന്നുണ്ട്. ഇതേ സമയം അവിടെ സന്ധ്യ ആവുന്നുണ്ട്. ശാരദാമ്മയാണെങ്കിൽ പൂജാമുറിയിൽ നിന്ന് മനോരുകി പ്രാർത്ഥിക്കുകയാണ്. എന്നും കൈകൂപ്പി തൊഴുന്ന ദൈവങ്ങളുടെ മുന്നിൽ ഞാൻ വീണ്ടും അപേക്ഷയായിട്ട് നിൽക്കുകയാണ്. എൻ്റെ മക്കൾക്കും കുഞ്ഞുമക്കൾക്കും വേണ്ടിയല്ലേ ജീവിക്കുന്നത്, അവരുടെ ആവശ്യങ്ങളല്ലേ ഞാൻ ഇതുവരെ ചോദിച്ചിട്ടുള്ളൂ. എൻ്റെ മക്കൾക്ക് ഒരു ആപത്തും കൂടാതെ എനിക്ക് തിരികെ കൊണ്ടു തരണം, ആ ഒരു പ്രതീക്ഷയിലാണ്, ആ ഒരു വിശ്വാസത്തിലാണ് ഞാൻ നിൽക്കുന്നത് എന്ന് പറഞ്ഞിട്ട് കൈകൂപ്പി കരഞ്ഞ് ശാരദാമ്മയാണെങ്കിൽ പൂജാമുറിയിൽ നിന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. അതിനുശേഷം ശാരദാമ്മ പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. അന്നേരം പകല് തന്നെയാണ്, സന്ധ്യസമയമല്ല. അന്നേരം അനുപല്ലവി സ്കൂട്ടിയിൽ വരുന്നുണ്ട്. അന്നേരം പിന്നെ ശാലിനി ഇതുവരെ എത്തിയില്ല എന്ന് പറയുമ്പോൾ ഇപ്പോൾ എത്തുമായിരിക്കും, എന്നോട് ഇങ്ങോട്ടത്തേക്ക് വരാൻ പറഞ്ഞു എന്ന് പറയുമ്പോൾ അകത്തേക്ക് ഇരിക്കാമെന്നും പറഞ്ഞ് ശാരദാമ്മ അനുപല്ലവി വിളിക്കുമ്പോഴേക്കും ശാലിനി ശ്യാമയും ഒക്കെ തിരിച്ച് ഓട്ടോയിൽ എത്തുന്നുണ്ട്. കുട്ടികളെ കിട്ടിയോ മോളെയും ചോദിക്കുമ്പോൾ ചില സൂചനകൾ കിട്ടിയിട്ടുണ്ട്, അതിന് പിന്നാലെയാണ് നമ്മൾ എന്നിങ്ങനെ ശാലിനി പറയുമ്പോൾ ശാരദാമ്മ സമ്മതിക്കുന്നില്ല, എനിക്കതൊന്നും കേൾക്കണ്ട, എൻ്റെ കുട്ടികൾ എവിടെയായാലും എനിക്കിപ്പോൾ എൻ്റെ മുന്നിൽ കൊണ്ടുവന്ന് തരണം എന്നിങ്ങനെ പറയുമ്പോൾ ശ്യാമയും സമാധാനിപ്പിക്കുന്നുണ്ട്. അമ്മേ, എല്ലാത്തിനും പിന്നിൽ സുസ്മിത തന്നെയാണ്, രോഹിത്ത് പോയിരിക്കുന്നത് അതിനുവേണ്ടി തന്നെയാണ്, രക്ഷപ്പെടുത്തും എന്നിങ്ങനെ പറയുമ്പോൾ അനുപല്ലവി പറയുന്നുണ്ട് പോലീസിൽ വരെ അറിയിക്കണം, സുസ്മിതയാണ് ഇതിനെല്ലാം എന്ന് പറയുമ്പോൾ ശാലിനി പറയുകയാണ് പിന്നെ കേരള പോലീസ് എല്ലാം കൂടി സുസ്മിതയുടെ ചുറ്റും നിൽക്കുകയല്ലേ, അവൾക്ക് വേണ്ടി എന്തും ചെയ്യാനായിട്ട് തയ്യാറായിട്ട് നിൽക്കുമ്പോൾ നമ്മളാണെങ്കിൽ ഒരു പരാതി കൊടുത്താൽ ടിഷ്യൂ പേപ്പറിൻ്റെ വില പോലും കാണില്ല, ഇത് അവളുടെ അഹങ്കാരമാണ്, പണവും അധികാരവും ഒക്കെ കയ്യിലുണ്ട് എന്നുള്ള ഒരു പെണ്ണിൻ്റെ പൂണ്ട് വിളയാട്ടം, ഇതിനെ എതിർക്കാനായിട്ട് പോലീസിൻ്റെ ശക്തിയും പിന്നെ അധികാരവും ഒന്നുപോരാ, ആണൊരുത്തൻ്റെ കൈക്കരുത്ത് മാത്രം മതി അവളുടെ കരണം നോക്കി പുകച്ചെടുക്കാനായിട്ട്. ഇനി അവൾ ഇതുപോലെ ഒന്ന് ചെയ്യരുത്, അതിന് വേണ്ടിയിട്ട് എൻ്റെ വിഷ്ണുവേട്ടൻ പോയിട്ടുണ്ട്, ആണൊരുത്ത് അങ്ങനെയുള്ള ഒരാൾ വിഷ്ണുവേട്ടൻ പോയിട്ടുണ്ട്, എന്തായാലും കുട്ടികളെയും കൊണ്ടേ രക്ഷിച്ചുകൊണ്ട് തിരിച്ചു വരികയുള്ളൂ, അവളിനി ഒന്നിനും മുതിരില്ല എന്നിങ്ങനെ പറയുമ്പോൾ ശാരദാമ്മയും പറയുന്നുണ്ട് ഇത് ചെയ്തവർ ആരായാലും അവർക്ക് തക്കതായ ശിക്ഷ കൊടുക്കുക തന്നെ വേണം, ഇനി ഒരിക്കലും കുട്ടികളുടെ മേലെ ഇങ്ങനെ ഒരു അതിക്രമം കാണിക്കാനായിട്ട് അവർ വളരരുത് എന്നിങ്ങനെ ശാരദാമ്മ പറയുമ്പോഴാണ് ശാലിനി ഇങ്ങനെ വിഷ്ണു പോയിട്ടുണ്ട് എന്തായാലും കൊണ്ടേ വരികയുള്ളൂ എന്നിങ്ങനെ പറയുന്നതൊക്കെ. അതിനുശേഷം ശാലിനി പറയുന്നുണ്ട് അമ്മ ആണെങ്കിൽ തിരിവെച്ച് ദൈവങ്ങളോട് പ്രാർത്ഥിച്ചില്ലേ, ആ ഒരു പ്രാർത്ഥന മാത്രം മതി, വിഷ്ണുവേട്ടൻ കുട്ടികളെയും കൊണ്ട് ഇവിടെ എത്തിയിരിക്കും എന്നിങ്ങനെ പറയുകയാണ്. അതിനുശേഷം അനുപല്ലവിയുടെ കയ്യിലേക്ക് ശാലിനി കൊണ്ടുവന്ന ആ ഡോക്യുമെൻ്റ് കൊടുത്തിട്ട് ഇതൊരു പ്രധാനപ്പെട്ട ഡോക്യുമെൻ്റാണ്, ശ്യാമയുടെ പേരിലേക്ക് സ്വത്തുക്കൾ രോഹിത് എഴുതി വെച്ചിട്ടുള്ളതാണ്, പക്ഷേ രജിസ്ട്രേഷൻ കഴിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ബാക്കി കാര്യങ്ങൾ എന്തോ അനുപല്ലവിയോട് ശാലിനി അവിടെ പറയുന്നുണ്ട്. പക്ഷേ ആ ഒരു സംഭാഷണം കാണിക്കുന്നില്ല. അത് അവിടെ ശാലിനി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ രാഘവൻ നായരുടെ പേരിലേക്ക് സ്വത്തുക്കൾ എഴുതി മാറ്റാനുള്ള ആ ഒരു രജിസ്ട്രേഷൻ നടത്തി സുസ്മിതയെ തോൽപ്പിക്കുന്ന ആ ഒരു പ്ലാനാണ് അവിടെ ശാലിനി പറയുന്നത്. പക്ഷേ ഇത് സുസ്മിത ഒരിക്കലും പിന്നെ മനസ്സിൽ പോലും വിചാരിക്കാത്ത കാര്യമാണ് ശാലിനി അവിടെ ചെയ്തു കൂട്ടുന്നത്. സുസ്മിത പ്രതീക്ഷിക്കൂല്ല ഇങ്ങനെ ഒരു തിരിച്ചടി കിട്ടുമെന്നുള്ളത്. ഇതേ സമയം വിഷ്ണുവും കുറെ ഓട്ടോക്കാരുമൊക്കെ ഇങ്ങനെ നിരനിരയാ പോകുന്ന സീനും കാണിക്കുന്നുണ്ട്. ഇതേ സമയം അവിടെ രോഹിതിന് ബോധം തെളിയുന്നുണ്ട്. അന്നേരം ചുറ്റും രണ്ട് സൈഡിലായിട്ട് നിൽക്കുന്നുണ്ട് ഉപേന്ദ്രനും സുസ്മിതയും കൂടി. സുസ്മിതയുടെ കയ്യിൽ ആ ഒരു പേപ്പറും പേനയും ഒക്കെ ഉണ്ട്. രോഹിത് ഇങ്ങനെ പതിയെ കണ്ണു തുറന്ന് പതുക്കെ എഴുന്നേക്കാൻ ശ്രമിക്കുന്നുണ്ട്. അന്നേരം തലയൊക്കെ നന്നായിട്ട് വേദനിക്കുന്നുണ്ട് രോഹിത്തിനാണെങ്കിൽ. അന്നേരം എൻ്റെ കുട്ടികൾ എവിടെ, കുട്ടി എവിടെ, മോൾ എവിടെ എന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ പറയാം, അതിനു മുമ്പ് നമ്മൾ തമ്മിലുള്ള ഒരു കൊടുക്കൽ വാങ്ങലുണ്ടല്ലോ, അത് കഴിഞ്ഞാൽ കുട്ടികളെ തരാമെന്ന് പറയുകയാണ്. അന്നേരം അതൊക്കെ നേരത്തെ പറഞ്ഞു തീർന്നതല്ലേ എന്നിങ്ങനെ രോഹിത് പറഞ്ഞിട്ട് പതുക്കെ എഴുന്നേക്കുന്നുണ്ട്. അന്നേരം അത് നന്ദി കേട്ട വർത്തമാനമാടാ, നിന്നെ വിശ്വസിച്ചല്ലേ നിന്റെ പേരിലേക്ക് ആ വീടും പറമ്പ് എഴുതന്നത്, അത് ആവശ്യപ്പെടുമ്പോൾ തിരിച്ചെഴുതരാം എന്നുള്ളത് നമ്മൾ എഗ്രിമെൻറ്റും വാക്കാല് വെച്ചതല്ലേ എന്ന് ചോദിക്കുമ്പോൾ വാക്കാല് പറഞ്ഞതെല്ലാം പ്രവൃത്തിയിലാക്കാനായിട്ട് സാധിക്കില്ലല്ലോ എന്നിങ്ങനെ രോഹിത് ചോദിക്കുന്നുണ്ട്. എന്നിട്ടും എൻ്റെ കുട്ടികളുടെയും ചോദിക്കുമ്പോൾ എങ്ങനെ കുട്ടികളെ അങ്ങ് മറന്നേക്ക് എന്നിങ്ങനെ പറയുന്നുണ്ട്. നീ അത് എഴുതി തരാതെ നമ്മൾ ആവശ്യപ്പെടുന്ന കാര്യം നീ സ്വത്തുക്കൾ തിരിച്ചെഴുതി തന്നാൽ നിനക്ക് കുട്ടികളെ തിരിച്ചു തരും എന്നിങ്ങനെ പറയുകയാണ്. ഈ സമയത്ത് വിഷ്ണു അവിടെ എത്തുന്നുണ്ട്. പക്ഷെ വിഷ്ണു ഒറ്റയ്ക്കാണ്, ഒരു ഓട്ടോയിൽ വിഷ്ണു മാത്രമേ വരുന്നുള്ളൂ.
എന്നിട്ട് വിഷ്ണു ഇങ്ങനെ അകത്തേക്ക് നോക്കുമ്പോഴാണ് ഈ ഒരു സീനൊക്കെ കാണുന്നത്. തുടർന്ന് രോഹിത് പറയുന്നുണ്ട്, ഇല്ല ഞാൻ ഒപ്പിട്ട് തരില്ല എന്നിങ്ങനെ പറയുമ്പോൾ, എങ്കിൽ പിന്നെ ഞങ്ങളൊരു ഫോൺ കോള് വിളിച്ചു പറയും, നിന്റെ കുട്ടികളെ കാണില്ല എന്നിങ്ങനെ പറയുമ്പോഴും അവസാനം രോഹിത് അവിടെ സമ്മതിക്കുന്നുണ്ട്. നീ സുസ്മിത പറയുമ്പോൾ നീ ഇത് എഴുതി തന്നാൽ നിനക്ക് കുട്ടികളെ തിരികെ തരും എന്നുള്ളത്. അപ്പോൾ ശരി സമ്മതിച്ചു, ഞാൻ ഒപ്പിട്ട് തരാം, പക്ഷെ ഒപ്പിടുന്നതിന് മുൻപേ എൻ്റെ ഇടവും വലവും കുട്ടികൾ ഉണ്ടാകണം എന്നിങ്ങനെ രോഹിത് പറയുകയാണ്. ഇതൊക്കെ വിഷ്ണു ആ വാദത്തിൽ നിന്ന് കേൾക്കുന്നുണ്ട്. അന്നേരം ഉപേന്ദ്രൻ പറയുന്നുണ്ട്, ഇതൊരു നടക്ക് പോകില്ല എന്ന് പറയുകയാണ്. അന്നേരം ഇല്ല, അത് ഞാൻ ഒപ്പിടില്ല എന്നിങ്ങനെ പറയുമ്പോൾ ഉപേന്ദ്രൻ പറയുന്നുണ്ട്, ഒരു ഫോൺ കോൾ ഇപ്പോൾ വിളിച്ചു പറഞ്ഞാൽ കായൽപ്പരപ്പിലൂടെ നിന്റെ കുട്ടികളുടെ ശവം ഇങ്ങനെ ഒഴുകി പോകുമെന്ന് പറയുമ്പോൾ എന്തു പറഞ്ഞടാ എന്ന് പറഞ്ഞുകൊണ്ട് രോഹിത് ആകെ ദേഷ്യം വന്നു ഉപേന്ദ്രന്റെ കഴുത്തിനങ്ങോട്ട് കുത്തിപ്പിടിക്കുകയാണ്. അന്നേരം വിട് വിട് എന്നൊക്കെ പറയുന്നുണ്ട്. അവസാനം ഈ ഉപേന്ദ്രനാണെങ്കിൽ വിടടാന്നും പറഞ്ഞ് രോഹിത്തിനാകപ്പാടെ ഒരു അടിയുണ്ട ഒരു ഇതൊക്കെ ഉള്ളത് കൊണ്ട് പെട്ടെന്ന് ഉപേന്ദ്രൻ തള്ളി അങ്ങ് മാറ്റുമ്പോൾ രോഹിത് ചെന്ന് വീഴുന്നത് വിഷ്ണുവിന്റെ കൈകളിലേക്കാണ്. അന്നേരം രോഹിത് ഇങ്ങനെ വിഷ്ണുവിനെ നോക്കുന്നുണ്ട്. പക്ഷെ പെട്ടെന്ന് രോഹിത് അങ്ങ് മുഖം മാറ്റുന്നുണ്ട്. അതിനുശേഷം സുസ്മിത കാണുകയാണ്, ആഹാ രക്ഷകൻ എത്തിയല്ലോ, വന്നത് ഇവനെ കൊണ്ടുപോകാനാണോ അതോ കുട്ടികളെ കൊണ്ടുപോകാനാണോ, രണ്ടായാലും നടക്കില്ല എന്നിങ്ങനെ സുസ്മിത പറയുകയാണ്. അന്നേരം വിഷ്ണു പറയുന്നുണ്ട്, വന്നിരിക്കുന്നത് വിഷ്ണുവാണ്, വന്നിരിക്കുന്ന കാര്യം നടത്തിയിട്ടേ പോകൂ എന്ന് പറയുകയാണ്. അന്നേരം കുട്ടികൾ എവിടെയാ എന്ന് ചോദിക്കുമ്പോൾ ആദ്യം ഉപേന്ദ്രൻ മിണ്ടുന്നില്ല. വീണ്ടും ഉപേന്ദ്രന്റെ കഴുത്തിന് വിഷ്ണു അങ്ങോട്ട് കുത്തിപ്പിടിച്ചിട്ട് കുട്ടികൾ എവിടെയാ പറയടാ എന്നിങ്ങനെ പറയുകയാണ്. ഉപേന്ദ്രൻ വിഷ്ണുവിനെ ഇങ്ങനെ തള്ളി മാറ്റുന്നുണ്ട്. അന്നേരം പറയണം, നീ ഉദ്ദേശിക്കുന്ന ആരും ഇവിടെയില്ല, ഞാൻ പറയുന്ന കാര്യങ്ങൾ അനുസരിച്ച് മുന്നോട്ട് നീങ്ങിയാൽ നിനക്ക് ഇവിടെ നിന്ന് മര്യാദയ്ക്ക് പോകാം എന്നിങ്ങനെ സുസ്മിത പറയുന്നുണ്ട്. അന്നേരവും വിഷ്ണുവിനാകപ്പാടെ തിളച്ചു നിൽക്കുകയാണ്. വീണ്ടും വിഷ്ണു ആണെങ്കിൽ ഉപേന്ദ്രന്റെ കഴുത്തിന് കുട്ടികൾ എവിടെയാണെന്നും പറഞ്ഞ് ചുറ്റു പിടിക്കുന്നുണ്ട്. അന്നേരമാണ് സുസ്മിത പറയുന്നത്, ഈ ഡോക്യുമെന്റ്സിൽ രോഹിത് ഒപ്പിട്ട് തന്നാൽ നിനക്ക് കുട്ടികളെയും കൊണ്ട് മടങ്ങാം, അല്ല എന്നുണ്ടെങ്കിൽ നീ ഉദ്ദേശിക്കുന്ന പോലെ ഒരു കാര്യവും നടക്കാൻ പോണില്ല എന്നിങ്ങനെ സുസ്മിത പറയുകയാണ്. നീ എന്നെ പേടിപ്പിക്കുന്നോടി എന്നും പറഞ്ഞിട്ട് സുസ്മിതയുടെ കഴുത്തിന് പിന്നെ വിഷ്ണു അങ്ങോട്ട് കുത്തിപ്പിടിക്കുകയാണ്. പറയടി കുട്ടികൾ എവിടെ എന്നും പറഞ്ഞിട്ട്. അന്നേരം വേണ്ടാന്നും പറഞ്ഞ് രോഹിത് പിടിച്ചു മാറ്റുന്നുണ്ട്. എന്നിട്ട് പറയുകയാണ്, വേണ്ട, കുട്ടികളെ വെച്ചിട്ട് വില പേശണ്ട, കുട്ടികളുടെ ജീവൻ അപകടത്തിലാണ്, ഞാൻ എഴുതി ഒപ്പിട്ട് കൊടുത്തേക്കാം, എവിടെയാണെന്ന് വെച്ചാൽ എഴുതി ഒപ്പിടാം എന്നിങ്ങനെ പറയുമ്പോൾ വേണ്ട എന്നിങ്ങനെ പറഞ്ഞിട്ട് വിഷ്ണു വീണ്ടും സുസ്മിതയുടെ കഴുത്തിന് പിടിക്കുകയാണ്, കുട്ടികൾ എന്ത് ചെയ്തു എന്ന് പറഞ്ഞിട്ട്. അന്നേരവും രോഹിത് തള്ളി മാറ്റുന്നുണ്ട്, വേണ്ട, ഒന്നും വേണ്ട, ആ പപ്പിയും സത്യയും അവരുടെ ജീവൻ അപകടത്തിലാണ്, ഞാൻ എവിടെയാണെന്ന് വെച്ചാൽ എനിക്കൊന്നും വേണ്ട, സ്വത്തുക്കളൊന്നും വേണ്ട, എനിക്ക് എൻ്റെ കുടുംബം മാത്രം മതി എന്ന് പറഞ്ഞിട്ട് രോഹിത് അങ്ങ് കരയുകയാണ്. എന്നിട്ട് നീ എന്നൊക്കെ വിഷ്ണു പറയുന്നുണ്ട്. തുടർന്നും രോഹിത് പറയുന്നുണ്ട്, ഞാൻ നിന്നോട് ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട്, അതിനെല്ലാത്തിനും ഞാൻ മാപ്പ് ചോദിക്കുകയാണെന്ന് പറഞ്ഞ് വിഷ്ണുവിൻ്റെ മുമ്പിൽ കൈകൂപ്പി രോഹിത് കരഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ട്. അങ്ങനെ വിഷ്ണു ഒന്ന് കണ്ണടയ്ക്കുകയാണ്. വിഷ്ണുവിന് വിഷമമൊക്കെ വരുന്നുണ്ട്. ഇനി ഒരു പക്ഷെ എനിക്കിത് പറയാനായിട്ട് പറ്റിയില്ലെങ്കിലും അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ പറയുന്നത്, എവിടെയാണെന്ന് വെച്ചാൽ ഞാൻ ഒപ്പിട്ട് തന്നേക്കാം, എനിക്ക് എൻ്റെ കുടുംബം മാത്രം മതി, കുട്ടികളും മതി, നമുക്ക് അവരുടെ വെച്ച് ജീവൻ വെച്ച് വില പേശണ്ട എന്നിങ്ങനെ രോഹിത് പറയുമ്പോൾ വിഷ്ണു അവസാനം ഒന്നും ചെയ്യാതെ നിൽക്കുകയാണ്. എവിടെയാണ് ഒപ്പിടേണ്ടത് എന്ന് പറഞ്ഞിട്ട് സുസ്മിതയുടെ കയ്യിൽ നിന്നും ആ പേപ്പറൊക്കെ രോഹിത് വാങ്ങിയതിന് ശേഷമാണെങ്കിൽ അതിലെല്ലാ പേപ്പറിലും ഒപ്പിടുന്നുണ്ട്. അന്നേരം ആ വീടും എല്ലായിടവും കാണിക്കുന്നുണ്ട്. തുടർന്ന് ആ പേപ്പറെല്ലാം സുസ്മിത തിരികെ വാങ്ങിക്കുകയാണ്. ഇത് രജിസ്റ്ററായി കഴിയുമ്പോൾ കുട്ടികൾ നിങ്ങളുടെ അടുത്ത് സുരക്ഷിതമായി എത്തിക്കും എന്ന് പറയുകയാണ്. അന്നേരം വിഷ്ണു ഇങ്ങനെ തിളച്ച് നിൽക്കുകയാണ്. ഉപേന്ദ്രൻ പറയുന്നുണ്ട്, നീ സമാധാനമായിട്ട് പോയി കിടന്നുറങ്ങിക്കോ, രജിസ്ട്രേഷൻ കഴിഞ്ഞ് കുട്ടികൾ നാളെ രജിസ്ട്രേഷൻ അവിടെ വെച്ച് കാണാം, കുട്ടികൾ നിങ്ങളുടെ അടുത്ത് എത്തിയിരിക്കും, പൊയ്ക്കോ എന്നിങ്ങനെ പറയുമ്പോൾ ഉപേന്ദ്രനെ ഇങ്ങനെ ദേഷ്യത്തോടു കൂടി ഇങ്ങനെ വിഷ്ണു ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. ആ ഒരു സീനോടുകൂടി എപ്പിസോഡ് അവസാനിക്കുന്നുണ്ട്. സുസ്മിത വിജയിച്ച ഭാവത്തിൽ നിൽക്കുകയാണ്. പക്ഷെ ഒന്നും നടക്കാനായിട്ട് പോകുന്നില്ല. ഈ ഒരു രജിസ്ട്രേഷൻ നടക്കുന്നതിന് മുന്നേ അവിടെ രാഘവൻ നായരുടെ പേരിലേക്ക് ശാലിനി രജിസ്ട്രേഷൻ നടത്തും. ഇവരെത്തുന്നതിന് മുമ്പേ അവിടെ രജിസ്ട്രേഷൻ നടക്കുകയാണ് ചെയ്യുന്നത്. പിന്നീട് വിഷ്ണു പോയി കുട്ടികളെ രക്ഷിക്കുകയും ചെയ്യും. അതാണ് അടുത്തായിട്ടുള്ള നല്ല കിഡിലൻ എപ്പിസോഡ്. അത് നാളെ